വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കി കേരള സ്റ്റോറി 2 പ്രദർശനത്തിന് എത്തിയതോടെ ചിത്രത്തിനെതിരെ നിയമ നടപടിയുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത്. മതസ്പർദ്ധ വളർത്താൻ ശ്രമിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ആബിദ് അലിയാണ് മൂവാറ്റുപുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത്. സിനിമയുടെ ട്രെയിലറിലും ഉള്ളടക്കത്തിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ മതസൗഹാർദ്ദം തകർക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്ന് പരാതിയിൽ പറയുന്നു. സിനിമയിൽ ഇല്ലാത്ത രംഗങ്ങൾ പോലും ട്രെയിലറിൽ ഉൾപ്പെടുത്തി ജനങ്ങളെ പ്രകോപിപ്പിക്കാനാണ് അണിയറ പ്രവർത്തകർ ശ്രമിച്ചതെന്ന് ആബിദ് അലി ആരോപിച്ചു. മുസ്ലിം മതവിഭാഗത്തെ അപകീർത്തിപ്പെടുത്തുന്ന നിരവധി സംഭാഷണങ്ങൾ ചിത്രത്തിലുണ്ടെന്ന് പരാതിയിൽ വ്യക്തമാക്കുന്നു. യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള സിനിമ എന്ന ലേബലിൽ വിദ്വേഷം പ്രചരിപ്പിക്കാനാണ് സിനിമ ശ്രമിക്കുന്നത്. ഇത് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാൻ ഇടയാക്കുമെന്നും പരാതി ചൂണ്ടിക്കാട്ടുന്നു. ഇന്ത്യയിലെ 85 ദശലക്ഷം അവിവാഹിതരായ പെൺകുട്ടികളെ മുസ്ലിം യുവാക്കൾ വിവാഹം ചെയ്ത് മതം മാറ്റുന്നു എന്ന ടീസറിലെ പരാമർശം വസ്തുതാവിരുദ്ധവും പ്രകോപനപരവുമാണ്. അടുത്ത 25 വർഷത്തിനുള്ളിൽ ഇന്ത്യ ഇസ്ലാമിക രാജ്യമാകുമെന്ന തരത്തിലുള്ള സംഭാഷണങ്ങൾ ടീസറിൽ ഉൾപ്പെടുത്തിയത് വിദ്വേഷം പടർത്താനാണെന്നും ആബിദ് അലി പറഞ്ഞു. ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായി ഇതിനെതിരെ നിൽക്കണമെന്ന ആഹ്വാനം വഴി വിഭാഗീയത സൃഷ്ടിക്കാനാണ് സിനിമ ശ്രമിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സിനിമയുടെ സംവിധായകൻ, നിർമ്മാതാവ് എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കേരളത്തിന്റെ ഈ സാമൂഹിക അന്തരീക്ഷത്തെ മലിനമാക്കാൻ ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം തിയേറ്ററുകളിൽ സിനിമയ്ക്ക് തണുപ്പൻ പ്രതികരണമാണ് ലഭിക്കുന്നത്. കൊച്ചിയിൽ കാണികൾ ഇല്ലാത്തതിനെ തുടർന്ന് കേരള സ്റ്റോറി 2വിന്റെ 2 ഷോകൾ റദ്ദാക്കി. ഒരു ബുക്കിംഗ് പോലും വരാത്ത സാഹചര്യത്തിലാണ് ഈ നടപടി. രണ്ടാമത്തെ ഷോ നടന്ന ഷേണോയിസ് തിയേറ്ററിലും വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് എത്തിയത്. വിവാദങ്ങൾ കൊണ്ട് സിനിമയെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ ഫലിക്കില്ലെന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ജനങ്ങൾ വിദ്വേഷ രാഷ്ട്രീയത്തെ തള്ളിക്കളയുന്നതിന്റെ തെളിവാണ് തിയേറ്ററുകളിലെ ഈ കുറഞ്ഞ പങ്കാളിത്തമെന്ന് വിവിധ സാമൂഹിക പ്രവർത്തകർ നിരീക്ഷിക്കുന്നു.